ഹായ് നമസ്കാരം. ഇന്നപ്പോഴേ ബാക്കി വന്ന ചോറും ഗോതമ്പ് പൊടിയും പിന്നെ ഇതാ ഇത്രയും പച്ചക്കറികളും വെച്ച് നമുക്ക് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ. ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച് ബാക്കി വന്ന ചോറാ. ഇനി ഞാൻ എടുക്കുന്നതേ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. ദാണ്ട് ഈ ഗ്ലാസ് കണ്ടോ, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനൊരു ഗ്ലാസ്. അപ്പോൾ ഈ ഗ്ലാസ്സാണ് നമ്മൾ അളവിനായിട്ട് എടുത്തേക്കുന്നത്. ഇവിടെ ഞാൻ വെള്ള ചെറിയ അരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ വലിയ അരി ആയാലും ചുമന്നരി ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഏതരി ആയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് എടുത്തു വെച്ച ചോറും ആ ഗോതമ്പ് പൊടിയും ഇട്ടിതാ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് പുട്ടുപൊടി പോലെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അരച്ചപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ അളവ് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞൊരു തവിക്ക് വെള്ളം അത്രയും മതി കേട്ടോ. അപ്പോൾ അത് ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചാൽ അതൊന്ന് കഴുകിയെടുത്താലും മതി. പിന്നെ നമ്മൾ ഉപ്പൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുവാണേ. അപ്പോൾ ഇത് ഒരുമാതിരി ഒന്ന് കുഴഞ്ഞ് പരുവായി വന്നപ്പോഴത്തേക്ക് നമ്മൾ 1 സ്പൂണ് നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ അവർ ചോറൊക്കെ കഴിക്കാതെ അവർക്ക് കറിയൊന്നും ഇഷ്ടപ്പെടാതെയൊക്കെ വരത്തില്ലേ, അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമുക്ക് ഇതേപോലെയൊക്കെയുള്ള ഐറ്റങ്ങൾ ചെയ്ത് കൊടുത്താലേ അവർ അതൊക്കെ നല്ല ടേസ്റ്റോട് കൂടി അങ്ങ് കഴിച്ചോളും കേട്ടോ. ചോറാണെന്നുള്ളത് അറിയത്തുമില്ല. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചക്കറികളും കൂടെ അങ്ങ് അരിഞ്ഞെടുക്കുക. ഇത് ഒരു കറി ആക്കാനാണേ. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ് പൊടി അവിടെ ഇരിക്കട്ടെ, ഈ കറിയൊക്കെ ആയിട്ട് നമുക്കതെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തു. തക്കാളി, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ ഒരു കുക്കറിലോട്ടങ്ങ് ഇടുകയാണ്. പൊടി ഐറ്റങ്ങൾ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, ഉപ്പ്, പിന്നെ നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ കുക്കറിൽ കറിയൊക്കെ റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാനൊക്കെ വെച്ച് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കാം. നമ്മുടെ ഗോതമ്പ് മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് മാവ് കണ്ടോ, നമ്മൾ തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ. ഇനി നമുക്കത് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടി വയ്ക്കാം. ഇനി ഞാനിവിടെ സ്ഥിരമായിട്ടൊരു ടിന്നിനകത്തെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് ചപ്പാത്തി മാവ് ഇങ്ങനെ എടുക്കുമ്പോൾ പരത്താനും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പൊടി ഇടുമല്ലോ, അതിന് വേണ്ടി എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്താലേ എപ്പോഴും എടുക്കുമ്പോൾ അതൊരു സൗകര്യമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ പൊടിയൊന്ന് മാറ്റണം, എന്ന് വെച്ചാൽ അത് പൂപ്പലൊക്കെ വരാൻ സാധ്യത ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നതേ. അപ്പോൾ നമ്മൾ പരത്തിയെടുത്ത ഗോതമ്പ് മാവ് തിളച്ച എണ്ണയിലോട്ട് ആണ് ഇടുന്നത്. എണ്ണ തിളയ്ക്കണമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ, എന്നാലേ ഇത് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കറി 2-3 വിസിലൊക്കെ കേട്ടു. അത് ഞാനൊന്ന് തുറന്നെടുത്തതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് കുഴഞ്ഞു കിടക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഈ കറി നന്നായിട്ട് അവരങ്ങ് കഴിച്ചോളും. ഇല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ പറക്കി മാറ്റി വെക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കടുവൊക്കെ വറുത്ത് അതിനകത്തോട്ടിട്ട് ഒഴിച്ചു. അതിനകത്ത് വീണ്ടും 1 സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണ് ഗരം മസാലയാണേ, വലിയ സ്പൂണൊന്നും അല്ല. ഗോതമ്പ് പൊടിയും ബാലൻസ് വന്ന ചോറും വെച്ച് നമ്മൾ പൂരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പൂരിയും ഒരു വെജിറ്റബിൾ കറിയുമാണ് കേട്ടോ. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഈ ഗോതമ്പ് പൊടിയിൽ നമ്മൾ ചോറൊക്കെ ഇട്ട് അരച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് ഹാർഡായി പോവുമോ, അങ്ങനെയൊക്കെ. ഇതാ നോക്കിയേ, ഞാനിതൊന്ന് മുറിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് അകമൊക്കെ നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗോതമ്പ് മാവ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ചോറിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ബാലൻസ് വന്ന ചോറ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ചപ്പാത്തിയും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.